നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 അടുത്ത പ്രമോ വന്നിട്ടുണ്ട്. ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആണ് ഈ ചില സമയത്ത് ലാലേട്ടൻ കാണിക്കുന്ന ഓരോ പ്രവൃത്തികളും. എന്ത് കാര്യത്തിനാണ് എല്ലാ വീക്കിലും വന്നിട്ട് അനുമോളെ ഇട്ട് ഇങ്ങനെ ഒരു കാര്യവുമില്ലാണ്ടെന്നല്ല, ഒരു ഇതിനെക്കാട്ടി വലിയ വലിയ പ്രശ്നങ്ങൾ നടന്നിട്ട് മോഹൻലാൽ ഇങ്ങനെ അല്ല റിയാക്ട് ചെയ്യുന്നത്. ഒരു ഡ്രസ്സിംഗ് റൂമിൽ അവർ കയറി ഇരുന്നെന്നുള്ളൊരു റീസൺ കൊണ്ട് മാത്രം അതിന് ബിഗ് ബോസ് ഒന്ന് വാൺ ചെയ്തു എന്നുള്ളതിൻ്റെ മാത്രം ഇങ്ങനെ കടന്നങ്ങ് ചാടാൻ മാത്രം എന്ത്, ഇതിനെക്കാട്ടി വലിയ എന്തോരം വലിയ സംഭവങ്ങൾ നടന്ന്. ഷാനവാസിൻ്റെ അടുത്ത് പോലും ഇത്രയും ഹാർഷായിട്ട് പെരുമാറുന്നത് കണ്ടില്ല, ഗെയിം കുളവാക്കിയിട്ട്. അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു. നെവിൻ അനുമോൾ അവരുടെ ടാസ്ക് കുളവാക്കാൻ വേണ്ടിയിട്ടല്ലേ അനുമോൾ കൂടുതൽ സൈക്കിൾ ചവിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പാത്രം കൂടുതലിട്ട് കഴുകിയത്. ഇതൊന്നും ഭയങ്കര നൈസായിട്ട് അടുത്തങ്ങ് തള്ളിക്കളഞ്ഞൊരു വിഷയമായിരുന്നല്ലോ. ഇതുപോലെ എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നു, നൈസായിട്ട് അതങ്ങ് ഡീൽ ചെയ്ത് വിടുന്നുണ്ടല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും കിടന്നങ്ങ് ഓവറാവുന്ന എന്താണ് മനസ്സിലാവുന്നില്ല. അവർ കയറി ഇരുന്നു, അത് തെറ്റാണ്. ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, അത് തെറ്റാണ്. പക്ഷെ ഇത്രയും കടന്ന് ചാടാനും അനുമോളെ എടുത്തിട്ട് കുടയാനും എന്താ ഈ ബിഗ് ബോസിനി ഇങ്ങനെ ലാലേട്ടനെ കൊണ്ട് ചെയ്യിപ്പിച്ച് അനുമോൾക്കൊരു അയ്യോ പാവം അനുമോൾ എന്നുള്ള രീതിക്ക് കുറച്ചുകൂടെ വോട്ട് മേടിച്ചു കൊടുക്കാനുള്ള പ്ലാനാണോ, അതോ എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ വീക്കിലും മനഃപൂർവ്വം വന്നിട്ട് ഇങ്ങനെ കടന്ന് പറയാൻ മാത്രം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ഷാനവാസിനെ ഇട്ടൊന്ന് കുടഞ്ഞപ്പോഴത്തേക്കും അതില നൂറ ഷാനവാസിൻ്റെ അടുത്തൊന്ന് കാല് മാറി. ഇതിപ്പോൾ ഇന്നത്തെ കൊട്ട് അനുമോൾക്കായതുകൊണ്ട് മിക്കവാറും അനുമോളുടെ അടുത്തൊന്നും നൈസായിട്ട് മാറാനുള്ള സാധ്യത ആദിലയിൽ കാണാൻ സാധ്യതയുണ്ട്. 3 പേരും കൂടെ ചെയ്ത തെറ്റാണെങ്കിലും ഇനി ആദില ഇന്ന് പറയാൻ പോകുന്നത് മിക്കവാറും ഞാൻ ഇനി അനുമോളുടെ കൂടെ ഇരിക്കില്ല, അനുമോളുടെ കൂടെ കൂട്ടുകൂടില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ആദിലെ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അതും കൂടെ ഒന്ന് പുറത്ത് വരട്ടെ. എന്തായാലും ഇതത്ര ശരിയായിട്ടുള്ള നടപടിയാണെന്ന് തോന്നുന്നില്ല. എല്ലാ വീക്കിലും ഒരാളെ ഇങ്ങനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം എന്തെങ്കിലും കണ്ടുപിടിച്ച് വരുന്ന ഒരു പ്രവണത പോലെയുണ്ട്. ഇതിനെക്കാട്ടി വലിയ വലിയ സംഭവങ്ങൾ നടന്നിട്ടും ഇത്രയും ഒരു ഹാർഷായിട്ടും ഭയങ്കര ഫയർ ചെയ്യുന്ന ഒരു പ്രമോ പോലും കണ്ടിട്ടില്ല. ഷാനവാസിൻ്റെയൊക്കെ അടുത്ത് പൊരിച്ചു ഇല്ലെന്ന് പറയുന്നില്ല, അത് ഷാനവാസിൻ്റെ കയ്യിലിരിപ്പും കൊണ്ടും കൂടെയൊക്കെയാണ് കുറച്ചൊക്കെ. ഷാനവാസ് ഒന്നും അങ്ങോട്ട് പറയാൻ സമ്മതിക്കാതെ ഇങ്ങോട്ട് കിടന്ന് പറയുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം ഗെയിം അല്ലേ, ആ ഗെയിം പൊളിച്ചു കൊടുത്താൽ സ്വാഭാവികമായിട്ട് ആർക്കാണെങ്കിലും ഒരു ദേഷ്യം വരും. അതിപ്പോൾ നമ്മൾ ആഗ്രഹിച്ചു തന്നെയാണ്. പക്ഷേ ആ ഒരു റൂമിൽ കയറി എന്നുള്ളതിൻ്റെ പേരിൽ ഇങ്ങനെ കിടന്ന് ചാടുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇത് ഇങ്ങനെ തന്നെയാണോ, ഇത് നൈസായിട്ടാണോ ഡീൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം.